കോറിയിടുന്ന അക്ഷരങ്ങൾക്കുമപ്പുറം പറഞ്ഞു പൊലിപ്പിക്കുന്ന വാക്കുകൾക്കും ഇപ്പുറമുള്ള ചില യഥാർത്ഥ ജീവിതമുണ്ട് പലർക്കും. മറ്റൊരാൾക്കും പകർത്തിയെടുക്കാനാവാത്ത, മറ്റൊരാളോടും പറഞ്ഞറിയിക്കാനാവാത്ത വിഷമങ്ങളും വിഷമതകളും സങ്കടങ്ങളാൽ ചാലിച്ച, എന്നാൽ പങ്കുവച്ചാൽ മറ്റുള്ളവർ വില കുറച്ച് മാത്രം കാണുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ. നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യവും വാശിയും നമുക്കെന്നും നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ദേഷ്യത്താലും വാശിയാലും നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒരു നിമിഷത്തെ ആശ്വാസവും താൽക്കാലിക വിജയവും നൽകുമെങ്കിലും പിന്നീട് അതിൻ്റെ പേരിലുണ്ടാകുന്ന നഷ്ടങ്ങൾ ചിലപ്പോഴെങ്കിലും ഒരായുഷ്കാലം മുഴുവൻ വേദനിക്കാൻ കാരണമാവുന്നു. പാലിക്കാൻ കഴിയാതെ പോയ ചില വാക്കുകൾ, നിർവഹിക്കാൻ കഴിയാതെ പോകുന്ന ഉത്തരവാദിത്തങ്ങൾ, ആശിച്ചതും ആഗ്രഹിക്കുന്നതുമായ ചില സ്വപ്നങ്ങൾ, കണ്ണീരോടെ വിട്ടുകൊടുത്ത ചില ഇഷ്ടങ്ങൾ, എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ചില നൊമ്പരങ്ങൾ. ഒരിക്കൽ വന്നുചേർന്ന കഷ്ടകാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കി ഒരിക്കലും ആയുസ്സ് പാഴാക്കരുത്. അനുഭവിച്ച ദുരന്തങ്ങൾ നമ്മുടെ കാഴ്ചയെ മറക്കരുത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാലുകളെ പിറകോട്ട് വലിക്കുകയുമരുത്. ഓർക്കുക, നമ്മുടെ ഇന്നലെകൾ എത്ര ദുഃഖകരവും പ്രയാസം നിറഞ്ഞതുമായാലും ദൈവത്തിന് മാറ്റാനാവാത്തതായി ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. നിറമില്ലാത്ത രാപ്പകലുകൾ, തോരാത്ത കണ്ണീർ, നീറുന്ന നിരാശകൾ, അപ്രതീക്ഷിത പരാജയങ്ങൾ ഇവയെല്ലാം നേരിടുമ്പോഴും ഈ സമയവും കടന്നു പോകുമെന്ന് ഓർക്കുക. ആനന്ദത്തിൻ്റെ, ആർഭാടത്തിൻ്റെ, അത്യുന്നതിയുടെ സമയത്തും ഈ സമയവും കടന്നു പോകുമെന്ന് ഓർക്കുക. ഇണക്കങ്ങളും പിണക്കങ്ങളും മനുഷ്യജീവിതത്തിൽ സാധാരണമാണ്. പക്ഷേ ചില പിണക്കങ്ങൾ, വാശികൾ, അകൽച്ചകൾ അടുത്തുണ്ടായിട്ടും അകന്നു നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കുന്നു. നമ്മളെ മനസ്സിലാക്കാത്തവരോട് വാക്കുകൾ കൊണ്ട് പൊരുതുന്നതിനേക്കാൾ നിശബ്ദമായി കടന്നു പോകുന്നതാണ് നല്ലത്. വീണ്ടും വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ച് കോപത്തിൻ്റെ ആഴം കൂട്ടാമെന്നല്ലാതെ നമ്മൾ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാകണമെന്നില്ല. ബഹുമാനിക്കാൻ അർഹതയില്ലാത്തവരെ പോലും ബഹുമാനിക്കുക. പക്ഷേ അത് അവരുടെ സ്വഭാവശുദ്ധിയുടെ പ്രതിഫലനമല്ല, മറിച്ച് നമ്മുടെ സ്വഭാവശുദ്ധിയുടെ പ്രതിഫലനമാണ്. കുറവുകൾ ഉള്ളവരാണ് മനുഷ്യരൊക്കെ. കുറവുള്ളിടത്ത് നോക്കുമ്പോൾ കുറവേ കാണൂ, നിറവുള്ളിടത്തേക്ക് നോക്കുമ്പോൾ നിറവും കാണാം. ഓർക്കുക, അവനവൻ്റെ ആദർശം മുറുകെ പിടിച്ച് ഉയർത്തിക്കാണിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ വ്യക്തിപരമായി അവഹേളിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മെ കേൾക്കാൻ മനസ്സില്ല എങ്കിൽ, മനസ്സിലാക്കാൻ കഴിവില്ല എങ്കിൽ, തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ പിന്നെ അതിനെ ബന്ധമെന്ന് വിളിക്കുന്നതിന് എന്തർത്ഥം? നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മര്യാദയോടെ അവരെ പുഞ്ചിരിച്ചുകൊണ്ട് യാത്രാമൊഴി നൽകാം. അതാണ് ഉചിതം. അത് മാത്രമാണ് ഉചിതം. ഇണക്കങ്ങളും പിണക്കങ്ങളും മനുഷ്യജീവിതത്തിൽ സാധാരണമാണ്. പക്ഷേ ചില പിണക്കങ്ങൾ, വാശികൾ, അകൽച്ചകൾ, അടുത്തുണ്ടായിട്ടും അകന്നു പോകുന്ന ചില കുടുംബ ബന്ധങ്ങൾ, ചില സൗഹൃദങ്ങൾ, ഇതെല്ലാം ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ നമ്മെ നോവിച്ചുകൊണ്ടേയിരിക്കും. പക കൊണ്ട് പുക പിടിച്ച ഹൃദയത്തെ കഴുകാൻ തയ്യാറാവുക. വാശിയും വൈരാഗ്യവും വെച്ച് അകറ്റിയ കുടുംബ ബന്ധങ്ങളെ അണച്ചു പിടിക്കുക. വെട്ടിപ്പിടിക്കാൻ വേണ്ടി വെട്ടിമാറ്റിയ ബന്ധങ്ങൾ തുന്നിച്ചേർക്കുക. തെറ്റിദ്ധാരണ പടർത്തി അകറ്റിമാറ്റിയ സൗഹൃദങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. അസത്യം പരക്കുന്ന അതേ വേഗതയിൽ സത്യം വ്യാപിച്ചിരുന്നുവെങ്കിൽ ഏറെ ജീവിതങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അറിഞ്ഞുകൊണ്ട്, സ്വാർത്ഥത കൊണ്ടും പണം മോഹിച്ചും പക്ഷം ചേർന്നും തെറ്റിദ്ധാരണകളിലേക്ക് ചൂണ്ടപ്പെടുന്ന ചില വിരലുകൾ നന്മയിലേക്ക് ചൂണ്ടപ്പെട്ടിരുന്നെങ്കിൽ അകന്നുപോയവർക്കും അകറ്റി നിർത്തിയവർക്കും തിരിച്ചു വരാൻ അത് കാരണമാകുമായിരുന്നു. അടുപ്പമുള്ളവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും തിരക്കാണെന്ന് കാരണം പറഞ്ഞ് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക. ലോകം മുഴുവൻ നിങ്ങളുടെ കാൽക്കീഴിലായിരിക്കാം, പക്ഷേ അവരുടെ ലോകം എന്നത് നിങ്ങളുടെ കാൽക്കീഴിലായിരിക്കും. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ചില സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കുന്നത്. ഏറ്റവും നന്നായി പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന പലരും അവരുടെ സ്വന്തം ജീവിതത്തിൽ ആരെക്കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ചുമക്കുന്നവർ ആയിരിക്കും. സ്നേഹം അത് നമ്മൾ തേടി നടക്കുമ്പോൾ അല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് സ്നേഹം എത്ര പവിത്രവും നിർമ്മലവും സാന്ത്വനവും കരുതലുമാണെന്ന് തിരിച്ചറിയുന്നത്. സ്നേഹം ചോദിച്ചു വാങ്ങേണ്ടതല്ല, അറിഞ്ഞു നൽകുന്ന സ്നേഹം അതിനോളം മേന്മ മറ്റൊന്നിനുമില്ല.
മനുഷ്യന് ഭക്ഷണത്തേക്കാൾ പ്രധാനമാണ് സ്വാതന്ത്ര്യവും വ്യക്തിത്വവും. ഇത് തിരിച്ചറിയുന്നിടത്താണ് ഏതു ബന്ധവും ആഹ്ലാദകരമാകുന്നത്. നമുക്ക് സ്നേഹിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സ്നേഹിക്കാൻ അറിയുന്ന കൈകളിൽ എത്തുമ്പോഴാണ് സ്നേഹം എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. എത്രത്തോളം അടുത്ത് ഇടപെട്ടാലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും നിഗൂഢതകളുണ്ട് ഓരോ മനുഷ്യഹൃദയത്തിനും. കാര്യങ്ങൾ ഒളിച്ചുവെച്ച് സംസാരിക്കുക, കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക, ഇതൊക്കെ ചിലരുടെ സ്വഭാവമാണ്. തെറ്റിദ്ധാരണ കൊണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് അവർ ചിന്തിക്കാറേയില്ല. പരസ്പരം തുറന്നു സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് തെറ്റിദ്ധാരണ. ലോകത്തിൻ്റെ വാക്കുകളിൽ വീണോ കഷ്ടപ്പെട്ടോ എന്തിന് ജീവിതം നശിപ്പിക്കണം? ജീവിതത്തിൽ വീഴ്ചയും ദുരിതവും പരാജയവും സാധാരണമാണ്. അതിനെ തരണം ചെയ്ത് മുന്നേറുന്നതാണ് യഥാർത്ഥ ജീവിതം. ലോകത്തിൽ ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കുന്ന ഒരേയൊരു കാര്യം ഉപദേശമാണ്. ഒരാളോട് ചോദിച്ചാൽ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അത് ലഭിക്കും. ലഭിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് സഹായമാണ്. ആയിരങ്ങളോട് ചോദിച്ചാൽ ഒരാൾ സഹായിക്കും. കുറച്ചൊക്കെ അഹങ്കാരം നല്ലതാണ്. ആരെക്കാളും വലുതാണെന്ന് കാട്ടാൻ വേണ്ടിയല്ല, ആരും തലയിൽ കയറി നിരങ്ങാതിരിക്കാൻ. നിങ്ങളുടെ സന്തോഷത്തിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. ജീവിതത്തിൽ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തരുത്. നല്ല ആളുകൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു, മോശം ആളുകൾ നിങ്ങൾക്ക് അനുഭവം നൽകുന്നു. ഏറ്റവും മോശമായ ആളുകൾ നിങ്ങൾക്ക് ഒരു പാഠം നൽകുന്നു, മികച്ച ആളുകൾ നിങ്ങൾക്ക് ഓർമ്മകൾ നൽകുന്നു. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാവും. വാദങ്ങൾ കൊണ്ട് ഒരിക്കലും ആളുകളെ പരാജയപ്പെടുത്തരുത്. പകരം നിങ്ങളുടെ പുഞ്ചിരി കൊണ്ട് അവരെ പരാജയപ്പെടുത്തുക. കാരണം എപ്പോഴും നിങ്ങളോട് തർക്കിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ നിശബ്ദത സഹിക്കാൻ കഴിയില്ല. നമുക്ക് നിറവേറ്റാൻ കഴിയാത്ത ഒരു കാര്യത്തിനും വാക്കു കൊടുക്കരുത്. തുറന്നു പറയുക. അല്പനേരം ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ജീവിതകാലം മുഴുവനുള്ള വേദനയായി അത് മാറില്ല. യാഥാർത്ഥ്യം അകലെയാണെങ്കിലും പുകഴ്ത്തി പറയുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം. സത്യം പറയുന്നവരെ പലരും ഇഷ്ടപ്പെടാറില്ല. കാരണം ഇഷ്ടമില്ലാത്ത സത്യങ്ങൾ ആരും ഇഷ്ടപ്പെടാറില്ല. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഇടത്താണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്ത വാക്കുകൾ ഒക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രം. ചില സത്യങ്ങൾ നമുക്ക് കുറച്ചു നേരം വേദന തന്നേക്കാം, പക്ഷെ അത് ജീവിതത്തെ നിരന്തരമായ സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും സമാധാനം നമ്മുടെ കൂടെ കൂടുകയും ചെയ്യും. കാലം നമുക്ക് മാത്രമായി ചിലതൊക്കെ കരുതി വച്ചിട്ടുണ്ടെന്നുള്ള ബോധം നമുക്ക് ജീവിക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനമാണ്. തെറ്റായ പാതയിലൂടെ കൂടുതൽ ആളുകളും ഒന്നിച്ചു നടക്കുന്നതിനേക്കാൾ നല്ലത് ശരിയായ പാതയിലൂടെ തനിച്ച് നടക്കുന്നത് തന്നെയാണ്. സ്നേഹം കൊടുത്ത് നാം വാങ്ങിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് കണ്ണുനീർ. ഓരോ കണ്ണുനീർ തുള്ളിക്കും ഉണ്ടാവും നാം നൽകിയ സ്നേഹത്തിൻ്റെ കണക്ക് പറയാൻ. ഒറ്റയ്ക്ക് പറക്കാനും ഏറെ ദൂരം പിടിച്ചു നിൽക്കാനും പഠിക്കണം. എല്ലായ്പ്പോഴും വിശ്രമിക്കാൻ ചില്ല കിട്ടിയെന്ന് വരില്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തരുത്. നല്ല ആളുകൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു, മോശം ആളുകൾ നിങ്ങൾക്ക് അനുഭവം നൽകുന്നു. ഏറ്റവും മോശമായ ആളുകൾ നിങ്ങൾക്ക് ഒരു പാഠം നൽകുന്നു, മികച്ച ആളുകൾ നിങ്ങൾക്ക് ഓർമ്മകൾ നൽകുന്നു.